ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ, എംഒ, നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. സൺബേൺ, സൂര്യാഘാതം, സൂര്യതാപം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ താപനില കൂടി വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ സൂര്യതാപം അല്ലെങ്കിൽ സൺബേൺ ഒക്കെ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ ഈ സൺലൈറ്റ് നേരിട്ടടിക്കുന്ന നമ്മളെ മുഖത്ത്, കഴുത്തിൽ, നമ്മളെ ബാക്കിൽ, കൈകളിൽ, കാലുകളിലൊക്കെയാണ് അധികം കണ്ടുവരാറ്. പക്ഷേ ഇതിൽ കാലുകളിൽ കണ്ടുവരുന്നത് പൊതുവെ കുറവാണ്. കാരണം കാലിലെ തൊലിക്ക് കുറച്ചുകൂടി ഒരു കട്ടിയുണ്ട്. സൺലൈറ്റിലുള്ള UV റേഡിയേഷൻസ് ആണ് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാനും സൺബേണിനും കാരണമാകുന്നത്. സോ നമ്മൾ മസ്റ്റായിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു സൺസ്ക്രീന് നമ്മുടെ നേരിട്ട് ഏൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടതാണ്. കൂടാതെ കൂടുതലായിട്ട് വിയർക്കുന്നവരും കൂടുതലായിട്ട് ഈ സൺലൈറ്റിൽ ജോലി എടുക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ഒരു 3 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും സൺസ്ക്രീന് അപ്ലൈ ചെയ്യേണ്ടതാണ്. പൊതുവെ ഫെയർ സ്കിൻ ആയവർക്കാണ് ഈ സൺബേൺ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാരണം അവർക്ക് മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്. മെലാനിൻ ശരിക്കും നമ്മളെ സൺബേണിൽ നിന്നും സൺ ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു 10 മണി മുതൽ 4 മണി വരെയുള്ള വെയിൽ കൊള്ളാതെ നോക്കേണ്ടതാണ്. ഇതിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ സൺലൈറ്റ് നേരിട്ട് ഏൽക്കുന്ന ഭാഗങ്ങളിൽ ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ തടിപ്പായിട്ട് കാണുക, അല്ലെങ്കിൽ നമ്മൾക്ക് പൊള്ളിയതുപോലെയൊക്കെ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവുക, ചുവന്ന് നിൽക്കുക, അല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര ക്ഷീണം, ഇല്ലെങ്കിൽ പനിയായിട്ട്, ഇല്ലെങ്കിൽ നോസിയ, വോമിറ്റിങ്, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പൊതുവെ ഇത് കണ്ടുവരാം. ഇനി സൺബേൺ വന്നവർക്കും അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ സൺബേൺ വരാൻ സാധ്യതയുള്ളവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. ഈ വേനൽക്കാലം ആകുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീന് എന്തായാലും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഡ്രൈ സ്കിന്നുള്ളവർ ഒരു മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്യണം. കൂടാതെ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കാത്ത രീതിക്ക് കുട, തൊപ്പി, സൺഗ്ലാസസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതൊരു സിവിയർ കണ്ടീഷനായി മാറുകയാണെങ്കിൽ നല്ല ബ്ലിസ്റ്റേഴ്സ് പൊന്തുക, അല്ലെങ്കിൽ നന്നായിട്ട് വേദനിക്കുക, ഹൈ ഫീവർ, അല്ലെങ്കിൽ വോമിറ്റിങ്, അല്ലെങ്കിൽ പുകച്ചിൽ, അതൊക്കെ നന്നായി അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.